ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ കുട്ടികളെ, വീണ്ടും ഒരു ദിവസം കൂടി നമ്മൾക്ക് കാണാൻ സാധിച്ചിട്ട് നമുക്ക് നല്ല ദൈവത്തിന് നന്ദി പറയാം, അല്ലേ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് സാറ്. നമ്മൾ ഏത് പാഠമാണ് പഠിക്കുന്നത്? 8ാമത്തെ പാഠം, അല്ലേ? വെരി ഗുഡ്. സാർ ചോദ്യങ്ങൾ ചോദിക്കട്ടെ? ക്ലാസ്സിലായിരുന്നെങ്കിൽ ഇപ്പോൾ സാറ് ചോദ്യം ചോദിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചേനെ. സാറിനിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചോദിക്കാനല്ലേ പറ്റത്തുള്ളൂ. പക്ഷേ സാറ് വിശ്വസിക്കുകയാണ്, നമ്മൾ കണ്ട ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ച് നല്ല തീഷ്ണതയിലിരിക്കുന്ന നിങ്ങളെ കാണുമ്പോൾ എനിക്കറിയാം, എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ വളരെ മിടുക്കരാണെന്ന്. 8ാമത്തെ പാഠത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതല്ലേ? എന്തായിരുന്നു നമ്മുടെ 8ാമത്തെ പാഠത്തിൻ്റെ പേര്? ആർക്ക് പറയാം? ഉറക്കെ പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ. സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അല്ലേ? വെരി ഗുഡ്. സമ്മതിച്ചു കേട്ടോ, പഠിക്കുന്നുണ്ട്, നിങ്ങൾ മിടുക്കരാണ്. സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഇത് പറയുമ്പോൾ നമുക്കൊരാവേശമുണ്ടല്ലേ? നമ്മുടെ സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇന്ന് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണല്ലേ? അതിൽ നമ്മളും ഒക്കെ പങ്കുകാരാകുകയാണ്, ഭാഗവാക്കുകളാകുകയാണ്. അപ്പോൾ സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നമ്മൾ 8ാമത്തെ പാഠത്തിൻ്റെ 1ാം ഭാഗത്തും ഈ വരുന്ന ഭാഗങ്ങളിലൊക്കെ കാണാൻ വേണ്ടി പോകുന്നത്, അല്ലേ? നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ച്, കണ്ണടച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങാം ഈ പാഠത്തിലേക്ക് കടക്കുമ്പോൾ. എല്ലാവരും ഒന്ന് എണീറ്റ് നിന്നേ, ചാടി എണീക്കുക കേട്ടോ, മുട്ടുക്കരായിട്ട്. യെസ്, നല്ലൊരു എനർജിയൊക്കെ ഫീൽ ചെയ്യട്ടെ സാറിന്. എനർജിയൊക്കെ ഉള്ളപ്പോഴാണ് നമ്മൾക്ക് ഈശോയുടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടായി വചനങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നത്. പ്രാർത്ഥിക്കാം, നമുക്ക് കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനാഥനായ ഈശോയെ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സഭയിലൂടെ ഇന്ന് നടക്കുന്ന, ലോകം മുഴുവനും നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച കണ്ടതും എല്ലാം അതുതന്നെയായിരുന്നു. സഭയിലൂടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ചെയ്യുവാനും അങ്ങനെ നിന്നെ മഹത്വപ്പെടുത്തുവാനും നിൻ്റെ സുവിശേഷവൽക്കരണത്തിൽ എളിയ രീതിയിലെങ്കിലും പങ്കുകാരാക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. നിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. വചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അമ്മേ, മാതാവേ, വിശുദ്ധ പിതാവേ, സകല വിശുദ്ധരെ, സ്വർഗീയ മധ്യസ്ഥരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സാർ 2 എക്സസൈസ് തന്നിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 2 ചെയ്തോ? നിങ്ങളുടെ ക്ലാസ് അധ്യാപകരെ കാണിച്ചോ? സാർ അതിലേ വരും കേട്ടോ, നിങ്ങളുടെ ഇടവകയുടെയൊക്കെ വരും ഞാൻ. എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. എപ്പം വന്നാലും ഞാൻ നിങ്ങളുടെ വീടുകളിൽ വരും, നിങ്ങളെ സന്ദർശിക്കും കേട്ടോ. അതുകൊണ്ട് അതൊക്കെ ചെയ്തു വന്ന് സാർ ഇപ്പോൾ വിശ്വസിക്കുകയാണ്. നല്ല മിടുക്കരായിരിക്കണം. കാരണം നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ആരെയാ റോൾ മോഡലാക്കി എടുത്തത്? ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാ. ഹു ഈസ് യുവർ റോൾ മോഡൽ? ഉറക്കെ പറഞ്ഞേ. യെസ്, ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ ഈശോ നമ്മളുടെ റോൾ മോഡലാണെങ്കിൽ ഈശോ ജീവിച്ച ഒരു ജീവിത രീതി തീർച്ചയായിട്ടും നമ്മൾക്കും ഉണ്ടാകണം, അല്ലേ? അപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ 2 വചനം കഴിഞ്ഞത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ? ഏതായിരുന്നു അത്? വിശുദ്ധ പൗലോസ് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 6-ാമത്തെ തിരുവചനം. ആർക്ക് പറയാം? ഉറക്കെ പറഞ്ഞോളൂ. സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമാകുന്ന വിശ്വാസമാണ് സുപ്രധാനം. സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമാകുന്ന വിശ്വാസമാണ് സുപ്രധാനമെന്ന് നമ്മളതിൽ കാണുകയാണ്. 2ാമതൊരു വചനം കൂടി നമ്മൾ കണ്ടിരുന്നു. ഏതാണെന്നറിയാവോ? വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 2-ാം അധ്യായം 16-ാമത്തെ തിരുവചനം. ഉറക്കെ എന്ന് പറഞ്ഞ് സാർ കേൾക്കട്ടെ. അറിയാവോ? കേട്ടോളൂ കേട്ടോ, നിങ്ങൾക്കറിയാം. സാറൊന്ന് പറയാം. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ട 1ാമത്തെ പോയിൻ്റ് ഏതായിരുന്നു? പ്രവർത്തനനിരതമാകുന്ന വിശ്വാസത്തെക്കുറിച്ചാണ് നമ്മൾ കണ്ടതല്ലേ? പ്രവർത്തനനിരതമാകണം നമ്മളുടെ വിശ്വാസം എന്ന് നമ്മളോട് പറഞ്ഞു തരികയായിരുന്നു. നമ്മൾക്കൊരു തിരുവചനം വായിച്ച് ബാക്കി ഭാഗത്തിലേക്ക് നമ്മൾക്ക് കടക്കാമല്ലേ? എന്താണ് ഈ തിരുവചനത്തിലൂടെ ഈശോ നമ്മളോട് പറയുന്നതെന്ന് നമ്മൾക്ക് നോക്കാം, അല്ലേ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 30 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മളിവിടെ കാണാൻ വേണ്ടി പോകുന്നത്. യേശു പറഞ്ഞു, ഒരുവൻ ജെറൂസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽ പെട്ടു. അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർദ്ധപ്രാണനാക്കിയിട്ട് പോയി കളഞ്ഞു. ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു. അവനെ കണ്ട് മറുവശത്തു കൂടെ കടന്നുപോയി. അതുപോലെ ഒരു ലേവായനും
അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി. എന്നാൽ ഒരു സമരിയാക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു. അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്ത് ചെന്ന് എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ 2 ദിനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചിലവാകുന്നുവെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത്? അവനോട് കരുണ കാണിച്ചവൻ എന്ന് ആ നിയമജ്ഞൻ പറഞ്ഞു. യേശു പറഞ്ഞു, നീയും പോയി ഇതുപോലെ ചെയ്യുക. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമ്മളും പോയി ഇതുപോലെ ചെയ്യുക. എന്താ പറഞ്ഞ നിയമജ്ഞൻ? അവനോട് കരുണ കാണിച്ചവൻ ആണവൻ്റെ യഥാർത്ഥ അയൽക്കാരൻ. അപ്പോൾ ഈശോ പറയുകയാണ്, നീയും പോയി, ഞാനും പോയി, നിങ്ങളും പോയി അതുപോലെ ചെയ്യുക എന്ന് പറയുകയാണ്. പ്രിയ കുട്ടികളെ, ഇതാണ് കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സഭയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇതിലും നല്ലൊരു വചനം നമ്മൾക്ക് കിട്ടാനില്ലല്ലേ? ആരാണ് യഥാർത്ഥ അയൽക്കാരൻ എന്നുള്ള ചോദ്യത്തിനാണ് നമ്മളോട് വചനത്തിലൂടെ മറുപടി പറയുന്നത്. അതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ട ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ. എന്താണ് ജീവകാരുണ്യ പ്രവർത്തനം? അതിനൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ് ജീവകാരുണ്യ പ്രവർത്തനം? വളരെ ലളിതമായി ഒന്നും കൂടെ നമ്മൾക്ക് കാണാം അല്ലേ? പാപികളെയും രോഗികളെയും പീഡിതരെയും തേടി വരികയും അവർക്ക് നന്മ ചെയ്തുകൊണ്ട് കടന്നു പോവുകയും ചെയ്ത ഈശോയുടെ മുഖം ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും അവരിൽ ഈശോയുടെ മുഖം കണ്ടുകൊണ്ട് അവരെ ആധ്യാത്മികവും ഭൗതികവുമായി ഉയർത്താനും സഭ ചെയ്യുന്ന ശുശ്രൂഷകളാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ, മറ്റുള്ളവരിൽ ഈശോയുടെ മുഖം ദർശിച്ചുകൊണ്ട് അവരിൽ ഈശോയെ കണ്ടുകൊണ്ട് ആത്മീയവും ഭൗതികവുമായി അവരെ വളർത്താൻ സഭ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്, സഭാ മക്കളായ നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ഈശോ നമ്മൾക്ക് കാണിച്ചു തന്ന മാതൃക. ആ അപ്പോഴാണ് നമ്മളുടെ വിശ്വാസം പ്രവർത്തന നിരതമായി മാറുന്നത്. പ്രിയ കുട്ടികളെ, നിങ്ങൾ ഇവിടെ ഒരു ചിത്രം കണ്ടോ? ഈ ചിത്രത്തിൻ്റെ മുകളിൽ ആരാണ് എന്ന് എഴുതിയിട്ടുണ്ടല്ലേ? അത് വേറെ ആരുമല്ല, വിശുദ്ധ ഫാദർ ഡാമിയനാണത്. ഫാദർ ഡാമിയൻ്റെ ചിത്രമാണ്. 2 ചിത്രങ്ങൾ നിങ്ങൾക്കിവിടെ കാണാമല്ലേ? ഒന്ന്, ഫാദർ ഡാമിയൻ ഒരു പുരോഹിതനായിരിക്കുന്ന അവസരത്തിലുള്ളൊരു ചിത്രവും, 2, മൊളോക്കോ ദ്വീപിൽ പോയി കുഷ്ഠരോഗം ബാധിച്ച ഫാദർ ഡാമിയൻ്റെ 2 ചിത്രങ്ങൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ കണ്ടത് എന്താണ്? വചനം നമ്മളോട് പറഞ്ഞത് പ്രവൃത്തിയിലൂടെയുള്ള വിശ്വാസം. ആ വിശ്വാസമാണ് നമ്മൾക്കിതിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ആ വിശ്വാസം നമ്മൾ ഒത്തിരി പേരിൽ കണ്ടിട്ടുണ്ട് അല്ലേ, വിശുദ്ധരിലൊക്കെ. സാർ, ഈ ഫാദർ ഡാമിയൻ്റെ കാര്യം കഥ പറയാൻ വേണ്ടി ഒരു കാരണമുണ്ട്. ഈ ഫാദർ ഡാമിയൻ, നിങ്ങൾക്കറിയാം, അമേരിക്കയിലെ ഹവായി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മളിപ്പോൾ ഒരു ക്വാറന്റൈനിലാണല്ലേ. നമ്മളുടെ സംസ്ഥാനം കൊറോണ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ലോകം മുഴുവൻ കൊറോണ എന്ന് പറയുന്ന ഒരു മാരക വ്യാധി പിടിപെട്ട് നമ്മളൊക്കെ കഷ്ടപ്പെടുകയാണ്. നിങ്ങൾക്കറിയാമല്ലേ, ഞാനും നിങ്ങളും നമ്മുടെ സമൂഹവും ഒത്തിരിയേറെ ആൾക്കാർ മരിച്ചുപോയി അല്ലേ? നമ്മൾ കഴിഞ്ഞ ഒന്നാമത്തെ ഭാഗത്ത് കണ്ടത് ഏകദേശം 300ഓളം വൈദികരെ തന്നെ നമ്മൾക്ക് നഷ്ടപ്പെട്ടു എന്നാണ് കണ്ടത്. കാരണം എന്താണ്? അവർ ചെയ്ത സേവനം കൊണ്ടാണല്ലേ. അവരൊക്കെ അന്ത്യകൂദാശ കൊടുക്കാനും കുമ്പസാരിപ്പിക്കാനും ഒക്കെ രോഗികളുടെ അടുത്ത് ചെന്നപ്പോൾ രോഗബാധിതരായി മരിച്ചവരാണ്. അങ്ങനെ അനേകായിരം മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനു മുമ്പും ഒരു ക്വാറന്റൈൻ ഉണ്ടായിരുന്നു. ആ ക്വാറന്റൈൻ എവിടെയാണെന്നറിയാവോ? അമേരിക്കയിലെ ഹവായി എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിൽ കുഷ്ഠരോഗം പടർന്നു പിടിച്ചപ്പോൾ ആ കുഷ്ഠരോഗബാധിതരായ ആൾക്കാരെയൊക്കെ ഈ മൊളോക്കോ എന്ന് പറയുന്ന ദ്വീപ് സമൂഹങ്ങളുണ്ട്. അതാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന നീല 5 ദ്വീപ് സമൂഹങ്ങൾ ചേർന്നതാണ് മൊളോക്കോ ദ്വീപ് സമൂഹം. അതിലെ കാലാവുപ്പ ഹവായി എന്ന് പറയുന്ന ഒരു ദ്വീപ് സമൂഹത്തിലേക്ക് നാട് കടത്തുമായിരുന്നു. അവിടെ ക്വാറന്റൈൻ ഇരിക്കാൻ വേണ്ടി പറയുമായിരുന്നു. അങ്ങനെ ലക്ഷക്കണക്കിന് കുഷ്ഠരോഗികളെ ഈ കാലൗപ്പാപ്പ എന്ന് പറയുന്ന ഈ ദ്വീപിലേക്ക് നാട് കടത്തിയപ്പോൾ, ആ കാലൗപ്പാപ്പ ദ്വീപാണ് നിങ്ങൾ താഴെ കാണുന്ന നഗരം. കണ്ടോ? ഒരു കടലിനോട് ചേർന്നുള്ള നഗരപ്രദേശം നിങ്ങൾ കണ്ടോ? അവിടേക്ക് ലക്ഷക്കണക്കിന് കുഷ്ഠരോഗികളെ നാട് കടത്തി. അവിടെ ചികിത്സ കിട്ടാതെ, അവർക്ക് ആത്മീയമായ ഒരു സൗകര്യങ്ങളില്ലാതെ, കൂദാശ സ്വീകരിക്കാൻ സാധിക്കാതെയൊക്കെ വ്രണമൊലിച്ച് പുഴുത്തു മരിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങൾക്കിടയിലേക്കാണ് ഫാദർ ഡാമിയൻ എന്ന് പറയുന്ന വൈദികൻ ചെന്ന് കയറിയത്. പ്രിയ കുട്ടികളെ, പിന്നെ നമ്മൾ കാണുന്നതൊക്കെ ചരിത്രമാണല്ലേ.
ഫാദർ ഡാമിയൻ ആ കാലവുപ്പാപ്പ ദ്വീപ് സമൂഹത്തിൽ ആ കുഷ്ഠരോഗികളുടെ ഇടയിൽ ഒരാളായി അവരെ ശുശ്രൂഷിക്കുകയും ആത്മീയമായി അവർക്ക് കൂദാശകൾ കൊടുക്കുകയും വിശുദ്ധ കുർബാനയും വിശുദ്ധ കുമ്പസാരവും ഒക്കെ കൊടുത്ത് അവരിൽ ഒരാളായി മാറി. അവിടെ സ്കൂളുകൾ സ്ഥാപിച്ചു, ആസ്പത്രികൾ സ്ഥാപിച്ചു, ആതുരാലയങ്ങൾ സ്ഥാപിച്ചു. അങ്ങനെ ആ ദ്വീപ് സമൂഹത്തിലെ ഒരു ആത്മീയ നക്ഷത്രമായി മാറിയ ഫാദർ ഡാമിയൻ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, ഏകദേശം 11 വർഷക്കാലമായിരുന്നു ഫാദർ ഡാമിയൻ്റെ പ്രവർത്തനം. കുഷ്ഠരോഗം ബാധിച്ച് മരിച്ച ഫാദർ ഡാമിയൻ്റെ ചിത്രമാണ് നിങ്ങൾ ഇവിടെ കണ്ടത്. കുഷ്ഠരോഗം ബാധിച്ച ഫാദർ ഡാമിയൻ. പ്രിയ മക്കളെ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇത് തന്നെയല്ലേ പ്രവർത്തന നിരതമായ വിശ്വാസം എന്ന് പറയുന്നത്? കുഷ്ഠരോഗികളെ ആട്ടിപ്പായിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടല്ലേ. അതിനുശേഷം നമ്മുടെ കാലഘട്ടത്തിൽ മദർ തെരേസായെ കണ്ടു. വ്രണമൊലിക്കുന്ന മണം വരുമ്പോൾ അവരെയൊക്കെ ആട്ടിപ്പായിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ അവരെ ആശ്ലേഷിക്കാനും അവരുടെയൊക്കെ മുഖത്ത് ഈശോയുടെ മുഖം കാണാനും ഈശോയുടെ മുഖം ദർശിക്കാനുമുള്ള ആത്മീയമായ ഔന്നത്യവും ഉണർവും വന്നവരാണ് ഈ വിശുദ്ധാത്മാക്കളും. സഭയിലെ ഓരോരുത്തരും, ഞാനും നിങ്ങളുമൊക്കെ അങ്ങനെ ആയി മാറണം. അപ്പോൾ അതാണ് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ ഒന്നാമത്തെ ഭാഗത്ത് കണ്ടത്. പ്രവർത്തന നിരതമാകണം നമ്മളുടെ വിശ്വാസം എന്നാണ്. അപ്പോൾ അവിടെ മരിച്ച ഫാദർ ഡാമിയൻ. വേറൊരു കഥ കൂടി പറയുന്നുണ്ട്. അവസാനം ഫാദർ ഡാമിയന് കുമ്പസാരിക്കണം. ഒരു നിവൃത്തിയുമില്ല, ആരും അങ്ങോട്ട് വന്ന് കുമ്പസാരിപ്പിക്കില്ല. കാരണം കുഷ്ഠരോഗികളുടെ കേന്ദ്രമാണ് കലൗപ്പാപ്പ ഹവായി ദ്വീപ്, മൊളോക്കോ എന്ന് പറയുന്ന ഐലൻഡിൽ പെടുന്നത്. അവസാനം സഭയിലെ അധികാരികൾക്ക് ഫാദർ ഡാമിയൻ ഒരു കത്തെഴുതിയായിട്ട് പറയുന്നുണ്ട്, നിങ്ങളൊരു കപ്പൽ കൊണ്ടുവന്ന് ആ കപ്പലിൽ തന്നെ കടലിൽ നിൽക്കുക, ഞാൻ കരയിൽ നിന്ന് എൻ്റെ പാപങ്ങൾ ഉറക്കെ വിളിച്ചു പറയാം, എന്നെ അവിടുന്ന് നിങ്ങൾ ആശീർവദിക്കുക എന്ന് പറയുന്ന ഫാദർ ഡാമിയനെയൊക്കെ നമ്മൾ കാണുകയാണ്. വിശ്വാസത്തിൻ്റെ വലിയ തീഷ്ണതയാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത്. പ്രവർത്തന നിരതമായ വിശ്വാസം ഒന്നാമത്തെ പോയിൻ്റാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത്. സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അങ്ങനെ തന്നെയാണ് എന്ന് നമ്മൾ കാണുകയാണ്. അതിന് ഏറ്റവും വലിയ മാതൃക നൽകിയത് ആരാ? നിങ്ങളൊക്കെ പറഞ്ഞ നിങ്ങളുടെ റോൾ മോഡൽ, എൻ്റെ റോൾ മോഡൽ ആരാണ്? യേശുവാണ്, ജീസസ് ക്രൈസ്റ്റ്. ഈശോ നൽകിയ മാതൃകയും പ്രബോധനങ്ങളുമാണ് സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നത്. ഈശോ നൽകിയ മാതൃകയാണ്. പ്രിയ കുട്ടികളെ, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക. നമ്മളൊക്കെ എത്ര കംഫർട്ട് സോണിലാണ് ജീവിക്കുന്നത് അല്ലേ? സാറുണ്ടല്ലോ, ഞാനുണ്ടല്ലോ, ഐക്യരാഷ്ട്രസഭയുടെ യൂണിസെഫ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ യൂണിസെഫിൻ്റെ ഒരു വോളണ്ടിയറാണ്. ആ യൂണിസെഫിൽ ഞാൻ 5 രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്, ആഫ്രിക്കൻ രാജ്യങ്ങൾ. നിങ്ങൾ അവിടുത്തെ ഒരു ദൈന്യത മനസ്സിലാക്കണം. നിങ്ങളൊക്കെ കംഫർട്ട് സോണിലിരുന്ന് പഠിക്കുന്നു, നിങ്ങൾക്ക് 3 നേരം കഴിക്കാനുള്ള ആഹാരവും വസ്ത്രമൊക്കെ ഇല്ലേ? അവിടുത്തെ നേർക്കാഴ്ചകൾ കണ്ടാൽ പ്രിയ മക്കളെ നമ്മളൊക്കെ കരഞ്ഞു പോകും. സാർ ഒരു ബ്രെഡിൻ്റെ കഷ്ണം കൊണ്ട് ഒരാഴ്ച ജീവിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയുടെ എയ്ഡിൻ്റെ കൂടെയൊക്കെ പോകുമ്പോൾ നമ്മളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്ന ഈ വീഡിയോ, ഡോണ്ട് വേസ്റ്റ് ഫുഡ്, ഭക്ഷണം ഒരിക്കലും നമ്മൾ പാഴാക്കരുത്. ഡോണ്ട് വേസ്റ്റ് വാട്ടർ, വെള്ളം പാഴാക്കരുത്. ഡോണ്ട് വേസ്റ്റ് ക്ലോത്ത്സ്, വസ്ത്രങ്ങൾ നമ്മൾ പാഴാക്കരുത്. ഈ ഡോണ്ട് വേസ്റ്റ് മണി, സമ്പത്ത് നമ്മൾ പാഴാക്കരുത്. ധനം നമ്മൾ പാഴാക്കി കളയരുത്. നമ്മളൊക്കെ ചെയ്യാറുണ്ടോ? അവിടെ ഒരു ബ്രെഡിൻ്റെ ലോഫ് എന്ന് പറയുന്ന ഒരു ബ്രെഡിൻ്റെ കഷ്ണം കൊണ്ട് ഒരാഴ്ച ജീവിക്കണമെങ്കിൽ നമ്മളൊക്കെ സുഭിക്ഷമായ ഭക്ഷണത്തിന് വേണ്ടി, അല്ലെങ്കിൽ എപ്പോഴും മാംസ ഭക്ഷണങ്ങളൊക്കെ കിട്ടാതെ വരുമ്പോൾ നമ്മളുടെ മാതാപിതാക്കളോടൊക്കെ നമ്മൾ ഈർഷ്യ കാണിക്കാറില്ലേ? അല്ലെങ്കിൽ 3 നേരം നല്ല ഭക്ഷണം കഴിച്ച് നമ്മൾക്ക് മതിയാകാതെ അല്ലെങ്കിൽ വേണ്ടാതെ വരുന്ന ഭക്ഷണം നമ്മൾ വേസ്റ്റ് ആക്കാറില്ലേ? നമ്മളുടെയൊക്കെ സദ്യകളിലൊക്കെ നമ്മൾ എത്രയോ പ്രാവശ്യം ഇത് കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന വെള്ളം, 5 ലിറ്റർ വെള്ളം മാത്രം റേഷൻ കണക്കിന് കിട്ടുന്ന ഒരു രാജ്യമുണ്ട് നമ്മളുടെ ലോകത്ത് എന്ന് നിങ്ങൾ ഓർക്കണം. നമ്മളൊക്കെ എത്രമാത്രം വെള്ളമാണ് വേസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാവോ? സിറിയയിൽ കിട്ടുന്നത് 5 ലിറ്റർ വെള്ളമാണ്. സിറിയയിൽ 5 ലിറ്റർ വെള്ളം റേഷൻ കണക്കിനാണ് കിട്ടുന്നത്. ആ 5 ലിറ്റർ വെള്ളമാണ് ഒരാൾ ഒരു ദിവസം ഉപയോഗിക്കേണ്ടത്. ഭക്ഷണം പാകം ചെയ്യണം, പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കണം, അതുപോലെ തന്നെ കുളിക്കണം. ഇതൊക്കെ ചെയ്യാൻ 5 ലിറ്റർ വെള്ളം മാത്രമേ കിട്ടുകയുള്ളൂ. അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നമ്മളൊക്കെ എത്ര സുഭിക്ഷതയിലാണ് കഴിയുന്നതെങ്കിൽ നമ്മളുടെ വിശ്വാസവും നമ്മളുടെ പ്രവർത്തനങ്ങളുമല്ലേ കൂടുതൽ കാണേണ്ടത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്കതിൻ്റെ ഗൗരവവും മനസ്സിലാകും. The food you waste is another person's meal. According to a recent statistics, every 5 seconds, a child dies as a result of hunger. Don't waste food.
Before you complain about the taste of your food, think of someone who has nothing to eat at all. We have no clue how the harvesting is done. The farmers commit suicide when the harvesting is not proper. There are thousands sleeping on the roads with an empty stomach. We get the food very easily, so we waste it without realizing for a minute. Let us all make it a habit of giving the leftovers to the hunger every night before we fall asleep. വീഡിയോ കണ്ടോ നിങ്ങൾ? ഇതിന് താഴെയുള്ള ചിത്രങ്ങൾ നിങ്ങൾ കണ്ടോ? ആഫ്രിക്കയിലും ചാഡിലും നൈജീരിയയിലും എത്യോപ്യയിലും സുഡാനിലുമുള്ള ക്യാമ്പുകളിലെ ചിത്രങ്ങളാണിതൊക്കെ. മഹാത്മാഗാന്ധി പറഞ്ഞൊരു വാക്ക് ഞാനിപ്പോൾ ഓർക്കുകയാണ്. നിങ്ങൾക്ക് ഈ കൊട്ടേഷൻ ഇവിടെ കാണാമല്ലേ? മഹാത്മാഗാന്ധി പറഞ്ഞത്, ഐ ക്രൈഡ് ബിക്കോസ് ഐ ഹാഡ് നോ ഷൂസ്. എനിക്ക് ചെരുപ്പില്ലാത്തതിനെ ഓർത്ത് ഞാൻ കരയാറുണ്ട്. ദെൻ ഐ മെറ്റ് എ മാൻ ഹു ഹാഡ് നോ ഫീറ്റ്. അതിനുശേഷമാണ് 2 പാദങ്ങളില്ലാത്തൊരു മനുഷ്യനെ ഞാൻ കാണുന്നത്. അപ്പോൾ എൻ്റെ സങ്കടം എത്ര ചെറുതാണ്. കാരണം എൻ്റെ പാദങ്ങൾക്ക് പാദുകങ്ങളില്ല, കാലുകൾക്ക് ചെരുപ്പില്ല. ആ സങ്കടം മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ ഞാൻ അത് കഴിഞ്ഞ് ഒരാളെ പരിചയപ്പെട്ടപ്പോൾ ഹി ഡസൻ ഹാവ് ഫീറ്റ് ഈവൻ, അദ്ദേഹത്തിന് പാദങ്ങൾ പോലുമില്ല എന്ന് പറയുകയാണ്. ഇതാണ് നമ്മളുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞത്. നമ്മൾ സുഖലോലുപതയിലും ഒക്കെ നമ്മൾ എത്ര കംഫർട്ട് സോണിൽ, നല്ല വിദ്യാലയങ്ങളിൽ നല്ല മാതാപിതാക്കൾ, നല്ല അധ്യാപകരൊക്കെ ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പരാതി പറയാറുണ്ട്, എനിക്ക് ഇന്ന സാഹചര്യങ്ങളില്ല, എനിക്ക് പരിമിതമായ സാഹചര്യങ്ങളേ ഉള്ളൂ എന്ന്. പക്ഷേ നിങ്ങൾ ഓർക്കണം, 700 കോടിയോളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ രാജ്യത്ത് ഏകദേശം 35% മനുഷ്യനും കിടന്നുറങ്ങുന്നത് ഒരു നേരത്തെ ആഹാരമില്ലാതെയാണ് എന്ന് നിങ്ങൾ അറിയണം. അല്ലെങ്കിൽ 3 നേരം ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വലിയ സുഖലോലുപതിയായി കരുതുന്ന രാജ്യത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ നമ്മൾ ദൈവത്തെ എത്രമാത്രം മഹത്വപ്പെടുത്തണം എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ പ്രിയ കുട്ടികളെ? നിങ്ങൾ ചിന്തിച്ച് നോക്കണം. കാരണം നിങ്ങൾ യുവാക്കളല്ലേ, യുവജനങ്ങളല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് സഭ അവശത അനുഭവിക്കുന്നതിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട്, നമ്മൾ ഒക്കെ റോൾ മോഡലായി കാണുന്ന ഈശോ നൽകിയ മാതൃക, അത് പിൻചെന്ന് സഭ ചെയ്യുന്ന സേവനങ്ങളെ എത്ര ശ്ലാഘിച്ചാലും മതിയാകില്ല എന്ന് ഞാൻ ഓർക്കാറുണ്ട്. എത്രമാത്രം ആതുരാലയങ്ങൾ, എത്രമാത്രം അനാഥരെ സംരക്ഷിക്കുന്നു, രോഗികളെ സംരക്ഷിക്കുന്നു, എത്രമാത്രം ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സഭ ഈശോ പഠിപ്പിച്ച ആ മാതൃക പിന്തുടർന്നുകൊണ്ട് നിൽക്കുമ്പോൾ അഭിമാനിക്കാൻ വകയില്ലേ നമ്മൾക്കെന്ന് ഞാൻ ഓർക്കുകയാണ്. ഞാനൊക്കെ എപ്പോഴും അതിനെ ഓർത്ത് അഭിമാനിക്കാറുണ്ട്, ദൈവത്തിനോട് നന്ദി പറയാറുണ്ട് ഞാനൊക്കെ. അപ്പം ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുന്നവനാണ് നല്ല അയൽക്കാരൻ. അതാണ് നമ്മൾ ആ വചനത്തിൽ കണ്ടത്. ആവശ്യമുള്ളവരെ സഹായിക്കുക, ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുക, ആവശ്യ നേരത്ത് ഒരു കൈത്താങ്ങായി മാറുക. ആ കൈത്താങ്ങായി മാറുമ്പോൾ നമ്മളും ഈ സുവിശേഷ പ്രഘോഷണത്തിൽ പങ്കാളികളാകുകയാണ്. അതാണ് ജീവകാരുണ്യ പ്രവർത്തനവും എന്ന് പറഞ്ഞാൽ. പ്രിയ കുട്ടികളെ, നമ്മൾ സഭയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പലരും സഭയെ വിമർശിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്കറിയാവോ, സഭ നൽകിയ പ്രബോധനങ്ങൾ പോലെ ലോകത്ത് ഏതെങ്കിലും ഒരു മതസംഘടന സമൂഹത്തിന് വേണ്ടി നൽകിയിട്ടുണ്ടോ പ്രബോധനങ്ങൾ? അവശത അനുഭവിക്കുന്ന ജനങ്ങൾ, തൊഴിലാളി വർഗങ്ങൾക്കൊക്കെ വേണ്ടി സഭ അടിക്കടി പോരാടിയ ഒരു വലിയ ചരിത്രം തന്നെ നമ്മുടെ സഭയ്ക്കുണ്ട്. നിങ്ങൾക്കറിയാവോ, ജീവകാരുണ്യ പ്രവർത്തനത്തിൽ സഭയ്ക്കുള്ള പങ്കിനെക്കുറിച്ച് ഉദ്ബോധിപ്പിക്കുന്ന അപ്പസ്തോലിക പ്രബോധനങ്ങൾ, ആ പ്രബോധനങ്ങൾ ഈ കാലഘട്ടത്തിൽ വരെ ചർച്ച ചെയ്യപ്പെടുകയാണ്. വിശുദ്ധ ബേസിൽ പറയുന്നുണ്ട്, അലമാരയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ വിശക്കുന്നവൻ്റെയും വസ്ത്രം നഗ്നൻ്റെയും പാതുകങ്ങൾ നിഷ്പാതുകൻ്റേതുമാണ്. അതുകൊണ്ടാണ് സഭ ഇങ്ങനെയുള്ള പഠനങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. വിശുദ്ധ ക്രിസോസ്റ്റം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, വീട് പണിയുമ്പോൾ ഒരു മുറി ഈശോയ്ക്കായി നീക്കിവെക്കണം, അത് വഴിപോക്കർക്കും ഭവനരഹിതർക്കുമായി തുറന്നിടണമെന്ന് വിശുദ്ധ ക്രിസോസ്റ്റം പറയുകയാണ്. അപ്പോൾ ഈ പഠനങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ടാണ് സഭ സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രബോധനങ്ങൾ നൽകുന്നത്. നിങ്ങൾക്കറിയാവോ, 1891 മെയ് മാസത്തിൽ ലയോ 13 മാർപ്പാപ്പയുടെ റേരിൻ നൊവാരും എന്ന് പറയുന്ന ചാക്രിക ലേഖനം തൊഴിലാളി വർഗത്തിൻ്റെ മാഗ്ന കാർട്ടയായിരുന്നു.
അപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ സാമൂഹിക പ്രതിബദ്ധതയുള്ള സമൂഹത്തിൻ്റെ അവശതകൾക്കെതിരെയും ഒക്കെ പടപൊരുതിയ, അതിനെതിരെ ആഞ്ഞടിച്ച സഭാപിതാക്കന്മാരാണ് അല്ലെങ്കിൽ മാർപ്പാപ്പന്മാരാണ് നമ്മൾക്കുണ്ടായിരുന്നത്. ആ റേരും നൊവേരും വന്നതിന് ശേഷം വീണ്ടും 61 മാതാവും ഗുരുനാഥയും എന്ന വേറെയൊരു പ്രബോധനം വന്നു. ഭൂമിയിൽ സമാധാനം, ജോൺ 23 മാർപ്പാപ്പയുടെ വേറൊരു പ്രബോധനമുണ്ടായി. മാനവ പുരോഗതി, ഈ അടുത്ത കാലത്ത് ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനം വരികയുണ്ടായി. അതിൻ്റെ ഈ റേരും നൊവേരുവിൻ്റെ 40ാമത്തെ വർഷത്തിൽ നിങ്ങൾക്കറിയാമോ ക്വാദ്രജേസിമോ അന്നോ, അതിൻ്റെ 100ാമത്തെ വർഷത്തിൽ ചെന്തേസിമൂസ് അന്നൂസ്. ഈ ചാക്രിക ലേഖനങ്ങളൊക്കെ ഇവിടെ പീഡിപ്പിക്കപ്പെടുന്ന തൊഴിലാളി വർഗത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സോഷ്യലിസത്തിൻ്റെ അതിപ്രസരം കൊണ്ട് സ്വകാര്യ സ്വത്തവകാശ വലിയ പാതകമായിട്ടൊക്കെ പറഞ്ഞു നടക്കുമ്പോൾ, അതുപോലെ തന്നെ 1ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇവിടെ വലിയ വ്യവസായ വിപ്ലവമൊക്കെ ഉണ്ടായപ്പോൾ തൊഴിലാളികൾ പീഡിപ്പിക്കപ്പെടുന്നത് കണ്ടിട്ട് അതിനെതിരെ ആഞ്ഞടിച്ച സഭയുടെ പ്രബോധനങ്ങൾ, ആ പ്രബോധനങ്ങൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സഭ കാരുണ്യ പ്രവൃത്തിയോടൊപ്പം തന്നെ സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രശ്നങ്ങളിലും സഭ എത്രമാത്രം ഇടപെടുന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ പേരുകൾക്കൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് അപരിചിതമായി തോന്നുമെങ്കിലും ഇതൊക്കെ നിങ്ങൾ വളർന്നു വരുന്ന സമയത്ത് നിങ്ങൾ ഇതൊക്കെ ഓർത്തു വെക്കണം. ഈ ചാക്രിക ലേഖനങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കണം. ഈ ലോകത്ത് കമ്മ്യൂണിസവും ഒക്കെ തഴച്ചു വളർന്നപ്പോഴും, അല്ലെങ്കിൽ നമ്മൾ വിശ്വാസത്തിനെതിരെയും മതവിശ്വാസത്തിനെതിരെയും ഒക്കെ ആഞ്ഞടിച്ച ഇവിടെ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായപ്പോൾ സഭയെടുത്ത ധീരോദാത്തമായ ആ തീരുമാനങ്ങളും വിശുദ്ധ മാർപ്പാപ്പമാരിലൂടെ സഭയ്ക്ക് നൽകിയ വലിയ സംഭാവനകൾ ചാക്രിക ലേഖനങ്ങളായി ലോകത്തിന് വന്നതാണ് റേരും നൊവാരും, ചെന്തേസിമൂസ് അന്നൂസും, ക്വാദ്രജേസിമോസ് അന്നൂസും, അതുപോലെ തന്നെ മാതാവും ഗുരുനാഥനും എന്നുള്ള ഈ തിരുവെഴുത്തുകളൊക്കെ സമൂഹത്തിന് വന്നത്. അപ്പോൾ പ്രിയ കുട്ടികളെ, കാരുണ്യ പ്രവർത്തനത്തോടൊപ്പം തന്നെ സാമൂഹിക പ്രതിബദ്ധതയിലും നമ്മുടെ സഭ എപ്പോഴും ഇടപെട്ടിട്ടുണ്ട്. സഭയുടെ ജീവകാരുണ്യ പ്രവർത്തന മേഖലകൾ ഒരു 12ഓളം മേഖലകളാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഇതൊക്കെ നമ്മൾക്കറിയാവുന്നതാണ്. അതിനെക്കുറിച്ച് വലിയൊരു എക്സ്പ്ലനേഷൻ നമുക്ക് ആവശ്യമില്ല. അനാഥരും കുടുംബങ്ങളിൽ തിരസ്കരിക്കപ്പെട്ടവരുമായവരെ നോക്കി പാർക്കുന്ന സ്ഥലം, മക്കളുടെയും ബന്ധുജനങ്ങളുടെയും സാന്നിധ്യമോ സഹായമോ ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന വയോധികരെ പാർപ്പിക്കുന്ന സ്ഥലങ്ങൾ, രോഗികളും മരണാസന്നരും അവരെ ശുശ്രൂഷിക്കുന്നു, അംഗവൈകല്യമുള്ളവരെ ശുശ്രൂഷിക്കുന്നു, ബുദ്ധിമാന്ദ്യം വന്നു പോയവരെ സഭ ശുശ്രൂഷിക്കുന്നു, മാനസികാരോഗ്യം നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുന്നു, ചൂഷണത്തിന് ഇരയാകുന്ന സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുന്നു, എയ്ഡ്സ്, ക്യാൻസർ മുതലായ മാരക രോഗങ്ങളിൽ പിടിപെട്ടവരെ സംരക്ഷിക്കുന്നു, ദരിദ്രർക്ക് ഭവനങ്ങൾ പണിതു കൊടുക്കുന്നു, സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരും നീതി നിഷേധിക്കപ്പെട്ടവരെയും സംരക്ഷിക്കുന്നു, യുദ്ധം, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയവ മൂലം വേദനിക്കുന്നവരെ ഏറ്റെടുക്കുന്നു, ജയിൽവാസികളെ അതുപോലെ തന്നെ ജയിൽ വിമുക്തരായവരെയും ഒക്കെ പുനരധിവസിപ്പിക്കുന്നു. ഇങ്ങനെ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് സഭ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മൾക്ക് അഭിമാനിക്കാം. അത്രമാത്രം വലിയ കാര്യങ്ങളാണ് നമ്മളുടെ സഭ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈശോയുടെ മാതൃക പിൻചെന്നുകൊണ്ട് ചെറിയ ത്യാഗങ്ങൾ ചെയ്ത് സമാഹരിക്കുന്ന സംഭാവനകൾ നമ്മൾക്കും നിങ്ങൾക്കും ഒക്കെ നൽകാം. അങ്ങനെ നമ്മൾ 1ാമത്തെ പാഠത്തിൽ ഞാൻ പറഞ്ഞു അല്ലേ, ചെറിയ ചെറിയ തുകകളൊക്കെ നിങ്ങൾ സ്വരുക്കൂട്ടി വെച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അതാണ് സഭ ആവശ്യപ്പെടുന്നതും. അപ്പോൾ സഭ ജീവകാരുണ്യ പ്രവർത്തനത്തോടൊപ്പം സാമൂഹിക പ്രതിബദ്ധതയുള്ള എല്ലാ മേഖലകളിലും ഇടപെടുന്നു സഭ. അത് ഈശോ ആഗ്രഹിച്ചതും അതുതന്നെയാണ്. എല്ലാവർക്കും തുല്യനീതി, അതിനുവേണ്ടി എപ്പോഴും നിലകൊണ്ട ഈശോയുടെ മനോഭാവമാണ് സഭയ്ക്കുമുള്ളത്. പ്രിയ കുഞ്ഞുങ്ങളെ, അപ്പോൾ നമ്മൾക്ക് ഈ പാഠത്തിൽ നിന്ന് കിട്ടുന്ന സന്ദേശങ്ങൾ ഇതാണ്. പ്രവർത്തന നിരതമായിരിക്കണം നമ്മളുടെ വിശ്വാസം. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ ഈശോയുടെ കുഞ്ഞുമക്കളാണെന്ന് തെളിയിക്കണം. ഈ ആഴ്ച മുഴുവൻ നമ്മൾക്ക് ധ്യാനിക്കാനും ഓർമ്മിക്കാനും ഒക്കെ ഒരു വചനം നമ്മൾക്ക് നൽകപ്പെടുകയാണ്. വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കുന്നത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ് എന്ന് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം നമ്മളോട് പറയുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ? കാരുണ്യവാനായ ഈശോയെ, രോഗികളിലും വൃദ്ധരിലും അവശത അനുഭവിക്കുന്നവരിലും അംഗവൈകല്യമുള്ളവരിലും ഭവനരഹിതരിലും വേദനിക്കുന്നവരിലും എല്ലാം നിൻ്റെ തിരുമുഖം ദർശിക്കുവാനും അവരെ സഹായിക്കുവാനും ഞങ്ങളെ പ്രാപ്തനാക്കണമേ. ആമേൻ. നമ്മൾക്ക് 1-2 ബോധ്യങ്ങൾ എന്താണ് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ കണ്ടതാണല്ലേ. നമ്മളോട് പറയുകയാണ്, അനാഥരെയൊക്കെ നമ്മൾ സംരക്ഷിക്കണം, രോഗികളെ സംരക്ഷിക്കണം. ആ മനോഭാവം നമ്മൾ വളർത്തിയെടുക്കണം. പ്രാർത്ഥിച്ചും ത്യാഗങ്ങൾ ചെയ്തും സഭയിലെ കുഞ്ഞുമക്കളായ നമ്മൾക്ക് പ്രാർത്ഥിച്ചും ത്യാഗങ്ങൾ ചെയ്തും ഈ പ്രവർത്തനത്തിൽ നമ്മൾക്കും പങ്കുകാരാകാം.
അവഗണിക്കപ്പെട്ടവരോട് എപ്പോഴും നമ്മൾ കരുണയുള്ളവരായിരിക്കണം. പ്രിയ കുഞ്ഞുങ്ങളെ, ഞാൻ 4 ക്വസ്റ്റ്യൻ ആൻസർ ആണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എഴുതി, ബാക്കി 4 ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. അതിന് നിങ്ങൾ ഉത്തരമെഴുതുക. സാമൂഹ്യനീതിയെക്കുറിച്ചും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള സഭയുടെ 5 പ്രധാനപ്പെട്ട പ്രമാണരേഖകളുടെ പേരെഴുതുക. പാഠഭാഗത്ത് നിങ്ങൾ 4 പ്രമാണരേഖകളെ കാണുകയുള്ളൂ. അതുകൊണ്ടാണ് സാറ് 2 പ്രമാണരേഖകളോട് പറഞ്ഞത്. ഒന്ന് ക്വാദ്രിജസിമോസ് അന്നോസോ ചെന്തേസിമോസ് അന്നോസോ. നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒന്നും കൂടി നിങ്ങൾക്ക് എഴുതാം. ഈ പ്രമാണരേഖകളെയൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യാനും നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ അധ്യാപകരോട് ചോദിക്കുവാണെങ്കിൽ അവരും നിങ്ങൾക്ക് പറഞ്ഞു തരും. രണ്ടാമത്തെ ചോദ്യം സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം എന്തെന്നുള്ളതാണ്. പാവങ്ങളോടുള്ള സമീപനത്തിൽ വിശുദ്ധ ബേസിലിന്, വിശുദ്ധ ക്രിസോസ്റ്റം എന്നിവരുടെ പ്രബോധനങ്ങളാണ് മൂന്നാമത്തെ ചോദ്യമായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. നാലാമത്തെ ചോദ്യം സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എത്തുന്ന മേഖലകൾ ഏതൊക്കെ മേഖലകളിലാണ്. നമ്മളിപ്പോൾ 12 മേഖലകൾ കണ്ടല്ലോ. ഏതൊക്കെ മേഖലകളിലാണ് സഭ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഇതൊക്കെ വായിച്ച് ജീവകാരുണ്യ പ്രവൃത്തിയിലൂടെയും പ്രാർത്ഥനയിലൂടെയും ചെറിയ ചെറിയ ഉപവിപ്രവർത്തനത്തിലൂടെയുമൊക്കെ നമ്മൾക്ക് സഭാമക്കളായി വളരാനും വിശ്വാസത്തിൽ ആഴപ്പെടാനും ഒക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പാഠഭാഗങ്ങളെല്ലാം മനസ്സിരുത്തി പഠിക്കുക, ഹോംവർക്കുകളൊക്കെ ചെയ്യുക. വീണ്ടും നല്ലവനായ ഈശോ നമ്മളെ കണ്ടുമുട്ടുന്നതുവരെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.